പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. പാത്രമൊക്കെ കഴി വെച്ചിട്ട് കിടക്കാൻ നോക്കിയേ. അല്ലമ്മേ, ഇന്ന് ദത്തസാറ് വരത്തില്ലല്ലോ. അതിന് അല്ല, ഞാനിന്ന് മോളോടെ കൂട്ടുകിടക്കാം. അയ്യടാ വേണ്ട, നീ ബുദ്ധിമുട്ടണ്ട. അതിനെ ഇവളുടെ മുത്തശ്ശി ഇവിടെ ഉണ്ട്. ഇന്നെന്താ പതിവില്ലാതെ കൊച്ചുമോളോട് സ്നേഹ കൂടുതല്? അതിനെപ്പോഴാണ് ഇവളോട് സ്നേഹക്കുറവുണ്ടെന്ന് തോന്നിയേ? എല്ലാം നീ പറഞ്ഞു പരത്തിയതല്ലേ? അയ്യോ, ഞാനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലെങ്കിലേ നീ പോയി പണി നോക്ക്. ഞങ്ങൾക്ക് ഒന്ന് ഉറങ്ങണം, അല്ലേ അമ്മിക്കുട്ടി? അത് ശരി. ഇപ്പൊ മുത്തശ്ശിയും കൊച്ചുമോളും ഒക്കെ ഒന്നായി അല്ലേ? ഞങ്ങള് പണ്ടേ ഒന്നാ, നീയായിട്ട് ഇനി രണ്ടാക്കാതിരുന്നാ മതി. അല്ലേലും എനിക്കറിയാം, വേലക്കാരി എന്നും വേലക്കാരിയാണല്ലോ. ഒരു കാര്യം വരുമ്പോ ഞാൻ പുറത്തു. അത് വേലക്കാരി ആയതുകൊണ്ടല്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാ. നിന്ന് ചിടുങ്ങാതെ പോയി പണി നോക്കടി. മോള് വാ. ഇങ്ങനെ ഒരു ഭാഷാണത്ത് കൃമി മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. വർഷം കുറെ ആയില്ലേ വന്നു കൂടിയിട്ട്. പാവം, അവക്ക് വേറെ ആരാ ഉള്ളത്? കിടന്നു. ഇതാരാ യുദ്ധപ്പുമ്പിലൊരു പുതിയ പടി? ഹലോ, ഇത് എങ്ങോട്ട് അടിച്ചു കയറി പോന്നേ? ഇവിടെ ഒരാളെ നിൽക്കുന്ന കണ്ടില്ലേ? കണ്ടു. എനിക്ക് കണ്ടത് നിങ്ങളെയല്ല, ഈ വീട്ടിലെ മുതലാളിയാ. ഞാനും ഒരു കൊച്ചു മുതലാളിയാ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അതിനെന്തിനാ ചിരിക്കുന്നേ? ഞാൻ വല്ല കോമഡിയും പറഞ്ഞോ? അല്ല, എന്നാ പേര്? ഗോമതി. ഓ, പേരും കോമഡി എന്നാണോ? കോമഡി അല്ല പെണ്ണുമ്പിള്ളേ, ഗോമതി. മതി. അത്രേ ഉള്ളൂ. GOMATHI ശരിയല്ലേ? അല്ല, നിങ്ങളാരാ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ടീച്ചറോ? ഞാൻ ആരാണെന്നേ അധികം താമസിയാതെ മനസ്സിലാകും. ഇതൊരു വല്ലാത്ത തൊല്ലയായല്ലോ. ഈ പെണ്ണുമ്പോളെ ഞാൻ കാണിച്ചു കൊടുക്കാം. നിക്കവിടെ, അവിടെ നിക്കാനും ഇരിക്കാനും ഒന്നും സമയമില്ല. ഗോമതി ചെന്നേ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചോണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആള്. ഞാൻ ഉദ്ദേശിച്ചത് കുശിനിക്കാരിയല്ല, കുടുംബക്കാരെയാ. എനിക്ക് കാണേണ്ടത് ചെമ്പകശ്ശേരിയിലെ ആദിത്യ സാറിനെ, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പൂജ മാടത്തി. എന്താ ഈ പറഞ്ഞവരല്ലേ ഇവിടുത്തെ മുതലാളിമാര്? അതോ കേവലം അടിച്ചുകളിക്കാരിയായ ഗോമതിയോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുത്തെ അടിച്ചുകളിക്കാരി അല്ല. ആയിക്കോട്ടെ, ഈ ചൂലൊന്ന് മാറ്റി പിടിക്കേ. അതിഥികളെ സ്വീകരിക്കുന്ന എങ്ങനെയാണോ അതിഥി ദേവോ ഭവ എന്നല്ലേ? അതെ, നിങ്ങൾ ആരാ? ക്ലാരമ്മ ഫെർണാണ്ടസ്. ഗോമതി അവരെ വിളിക്കുന്നോ അതോ ഞാൻ അകത്ത് കയറി അവരെ കാണണോ? വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. പാവം. അമ്മോളെ, അവിടെ ഒരു പെണ്ണുമ്പിള്ള വന്നിരിക്കുന്നു. പെണ്ണുമ്പിള്ളയോ? ഏത് പെണ്ണുമ്പിള്ള? ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഏതാണ്ട് ഒരു ക്ലാവർക്കിന്ന് എന്തോ പേര് പറഞ്ഞു. ക്ലാവർക്കയോ? അതാരാ? ആർക്കറിയാ? കണ്ടുടങ്ങി എന്നെ കയറി അപമാനിച്ചു. അപമാനിച്ചോ? വല്ലതും ചെയ്തോ? ചെയ്തോ? അവളെ ഞാൻ കൊന്നേനെ. അവളെന്റെ മുഖത്ത് നോക്കി അടിച്ചളിക്കാരിന്ന് വിളിച്ചു. അവൾ അത്രയ്ക്കായോ? ചേച്ചി വാ, ആർക്കത്ര ധൈര്യം ഞാനൊന്ന് നോക്കാം. വാ. നമസ്കാരം. ആമിമോണല്ലേ?
കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ല കൊലക്കനായിട്ട് അറിയാം. അല്ല നിങ്ങളാരാ? ക്ലാരമ്മ ഫെർണാണ്ടസ്. നിങ്ങളുടെ പേരല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യമെന്ന്? എന്താ എന്താ ഇവിടെ? ആരാ ഇവര്? അറിയത്തില്ലമ്മേ. ചോദിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ഇനി ആർക്കറിയാൻ വല്ല കള്ളിയാണോന്ന്? പകല് വന്ന് വീട് കണ്ടുവച്ചിട്ട് രാത്രി സംഘക്കാരെ കൂട്ടിക്കൊണ്ട് വരാല്ലോ. ഞാൻ കള്ളിയും കൊള്ളക്കാരിയൊന്നും അല്ലമ്മേ. ഇവിടുത്തെ ആദിമോൻ വിളിച്ചിട്ട് വന്നതാ പൂജമോളെ നോക്കാൻ. ആഹാ. ഓ, വേലക്കാരിയാണല്ലേ? അതെ, ഗോമതിയുടെ അതേ തസ്തിക. അതിന് ഗോമതി ചേച്ചി ഇവിടുത്തെ വേലക്കാരിയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഗോമതിയെ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാരെയും എനിക്കറിയാം. ജയശങ്കരി എന്നല്ലേ അമ്മയുടെ പേര്? അതെ. മുത്തശ്ശി എനിക്ക് ദൈവത്തെ പോലെയാണെന്ന് ആദിമോൻ പറയാറുണ്ട്. ആ, അവൻ പറയും ഞാനല്ലേ അവന്റെ എല്ലാം എല്ലാം. ഞാൻ പൂജമോളെ വിളിക്കാം. മോളെ. ക്ലാരമ്മ ചേട്ടത്തി, ചേട്ടത്തി, ചേട്ടത്തി എന്താ ഇവിടെ? മോളെ നോക്കാൻ ആദിമോൻ എന്നെ വിളിച്ചു വരുത്തിയതാ. ഓ, അപ്പൊ നിങ്ങളും മുൻ പരിചയക്കാരല്ലേ? പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര പരിചയക്കാരല്ലേ? ആ പരിചയം ഒന്ന് വ്യക്തമാക്കിയ കൊള്ളാം. അത് പിന്നെ മോളെ, ഇതെന്താടി PSCയുടെ ഇന്റർവ്യൂ ആണോ? കണിശമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. രണ്ടു മനുഷ്യര് തമ്മിൽ പരിചയമുള്ളത് നല്ല കാര്യല്ലേ? പ്രത്യേകിച്ച് ഇവര് തമ്മില്. ഇനി മുതൽ പൂജമോളെ നോക്കേണ്ടതും ക്ലാരമ്മയല്ലേ? മുത്തശ്ശി ഒന്നിങ്ങ് വന്നേ. എന്താടി? വാ പറയട്ടെ. ആ മുത്തശ്ശി, ആ